ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം. കവി മധുസൂദനൻ നായരുടെ വരികൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ട്. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് വേണ്ടി വാശി പിടിച്ച കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഈ കവിതയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പട്ടുസാരിയെടുത്ത് കയ്യിൽ കാവ്യ പതാകയുമായി നിൽക്കുന്ന ഹിന്ദു ദേവതാ ചിത്രത്തിന് ഇന്ത്യ എന്ന സങ്കല്പവുമായി എന്താണ് ബന്ധം? ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമാണ്. അത് മാറ്റാൻ കഴിയില്ല എന്ന ഗവർണറുടെ നിലപാട് ജനാധിപത്യപരമോ ഭരണഘടനാപരമോ ആയി അംഗീകരിക്കാനാവുന്നതല്ല. RSS എന്ന ഹിന്ദുത്വ സംഘടന അവരുടെ ദൈനംദിന ചടങ്ങുകൾക്കുൾപ്പെടെ സ്ഥാപിച്ച് പുഷ്പാർച്ചന നടത്തുന്ന ചിത്രത്തെയാണ് ഭരണഘടനാപരമായി ഉന്നത പദവിയുള്ള ഗവർണർ തന്റെ ഔദ്യോഗിക വസതിയിൽ പ്രതിഷ്ഠിച്ചതും പുഷ്പാർച്ചന നടത്തണമെന്ന് ആവശ്യപ്പെട്ടതും. അങ്ങനെ ഒരു വർഗീയ നിലപാട് ഗവർണറിൽ നിന്നുണ്ടായപ്പോഴാണ് സംസ്ഥാന സർക്കാർ രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് മാറ്റിയത്. RSS ചിത്രം ഭാരതാംബ എന്ന പേരിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രശ്നം. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്. RSS ചിത്രത്തിന് മുന്നിൽ കുമ്പിട്ടാരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നത് ഗവർണറുടെ വ്യാമോഹം മാത്രമാണ്. ഇത് കേരളം അംഗീകരിക്കില്ല. പരിപാടി മാറ്റിയതിനെ കുറിച്ച് കൃഷിമന്ത്രി P. പ്രസാദിന്റെ ഉറച്ച വാക്കുകൾ അഭിനന്ദനീയമാണ്. ഏതെങ്കിലും മതചിഹ്നങ്ങളോ രാഷ്ട്രീയ ചിഹ്നങ്ങളോ സർക്കാർ നടത്തുന്ന പൊതുപരിപാടികളിൽ ഉപയോഗിക്കരുതെന്ന് ഭരണഘടന തന്നെ പറയുമ്പോഴാണ് RSSകാരനായ അർലേക്കറുടെ പദവിക്ക് നിരക്കാത്ത രാഷ്ട്രീയ നീക്കം. യഥാർത്ഥത്തിൽ ഭാരത് മാത, ഭാരതാംബ, ഭൂമി ദേവി തുടങ്ങിയ ഭാരതീയ സംജ്ഞകൾക്ക് പ്രത്യേകിച്ച് അടിയാദരങ്ങൾ ഒന്നുമുള്ളതായി അറിവില്ല. ഭാരത് മാത എന്ന പദം പുരാണ ഇതിഹാസങ്ങളിൽ എവിടെയെങ്കിലും പരാമർശിച്ചതായും വിവരമില്ല. ബ്രിട്ടീഷ് വിരുദ്ധ സമരം ദേശീയ പ്രസ്ഥാനമായി രൂപപ്പെടുമ്പോൾ തദനുസാരിയായി വളർന്ന കേവല സങ്കല്പമാണ് ഭാരത് മാത. 1873 ബംഗാളി എഴുത്തുകാരനും ദേശീയവാദിയുമായ കിരൺ ബന്ദോപാധ്യായയുടെ നാടകത്തിലാണ് ഈ പ്രയോഗം ആദ്യം രൂപപ്പെട്ടതെന്നാണ് രേഖകൾ. ബംഗാൾ ക്ഷാമകാലത്ത് അതിന്റെ ദുരിതമനുഭവിച്ച കർഷക സ്ത്രീയുടെ ജീവിതമാണ് കിരൺ നാടകമാക്കിയത്. ആ കർഷക സ്ത്രീയാണ് ഭാരത് മാത. 1904 അബനീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ടുമായി ബന്ധപ്പെട്ട ശൈലിയിൽ ഹിന്ദു ദേവതകളുടെ രൂപത്തിൽ 4 കൈകളുള്ള ദേവതയായി ഒരു ഭാരത് മാതാവിനെ വരച്ചു. ഓരോ കൈകളിൽ താളിയോല, ധാന്യക്കറ്റ, ഖാദിത്തുണി, രുദ്രാക്ഷമാല എന്നിവ ധരിച്ച ആ രൂപം ദേശീയ പ്രസ്ഥാനത്തിന് പ്രചോദനമാകാനാണ് ലക്ഷ്യമിട്ടത്. സ്വാതന്ത്ര്യാനന്തരം മൂവർണ്ണക്കൊടിയേന്തിയ വനിതയുടെ ചിത്രമായി സാംസ്കാരിക വേദികളിൽ ഇത് പരിണമിച്ചു. അതിനെ പട്ടുടുപ്പിച്ച് കയ്യിൽ കാവിക്കൊടിയും നൽകി RSS അവരുടെ ഭാരതാംബയെ സൃഷ്ടിക്കുകയായിരുന്നു. ആ വർഗീയ ചിഹ്നത്തെ ഔദ്യോഗിക പരിപാടിയിൽ അംഗീകരിക്കണമെന്ന അജണ്ടയാണ് സർക്കാരും കൃഷിമന്ത്രിയും സുധീരൻ തകർത്തത്. RSSന്റെ കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയെ വണങ്ങുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും അവരുടെ ആചാരമാണ്. അതേ ആചാരം രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങാക്കി മാറ്റുന്നത് രാഷ്ട്രത്തെ അവഹേളിക്കലാണ്. കഴിഞ്ഞ ദിവസം RSS ആചാര്യൻ ഗുരുമൂർത്തിയെ പ്രഭാഷണത്തിന് വിളിച്ചുകൊണ്ട് ഗവർണർ തന്റെ വർഗീയ അജണ്ട വ്യക്തമാക്കിയിരുന്നു. രാജ്യത്ത് വംശീയതയും സംഘർഷങ്ങളും കലാപങ്ങളും അപരമത വിദ്വേഷവും മുഖമുദ്രയാക്കിയ RSS ദേശീയതയ്ക്ക് തന്നെ എതിരാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ പൈതൃകത്തെ നിരാകരിക്കുന്ന RSS ഭരണകൂടം പൗരന്മാരെ മതാടിസ്ഥാനത്തിൽ അടിച്ചമർത്താനും പൗരത്വം പോലും നിഷേധിക്കാനും നിയമനിർമ്മാണം നടത്തുന്നു. ഈ പ്രത്യയശാസ്ത്രം രാജ്ഭവനിലൂടെ ഔദ്യോഗികവൽക്കരിക്കാൻ ശ്രമിക്കുന്ന നിലപാട് തിരുത്താൻ ഗവർണർ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി തയ്യാറാകണം. രാജ്യത്ത് ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർ ഇന്ത്യൻ ഭരണഘടനയെ തന്നെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിക്കുന്നത്, മതഗ്രന്ഥങ്ങളെയല്ല. മതേതര രാജ്യത്തെ ഭരണാധികാരികൾ ഔദ്യോഗിക ചടങ്ങുകളിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നം ഉപയോഗിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്, രാജ്യവിരുദ്ധവുമാണ്. ഇത്രയുമായിട്ടും ഫാസിസം അധികാരത്തിൽ എത്തിയിട്ടില്ല എന്ന് സംശയിക്കുന്നവരുണ്ടെങ്കിൽ അതും അപകടമാണ്.